വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു PhD എടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നല്ല നമ്മൾ പഠിക്കുന്നത്. LGS ആണ്. ആ LGS സിലബസ് അനുസരിച്ച് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാറുള്ളത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണം. അപ്പോ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കേണ്ടായി. ആ തീരുമാനം എടുത്തത് ആരാണ്? 1946 വന്ന ആരാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. എന്താണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. അപ്പൊ ഒരു ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്താ ആ ഭരണഘടന രൂപീകരണ സമിതി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ഭരണഘടനാ രൂപീകരണ സമിതി വേണം എന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ കാരണമായിട്ടുള്ള പ്ലാൻ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. നമ്മുടെ പെത്വിക് ലോറൻസും സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും ഒക്കെ ചേർന്നിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ആ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അന്നത്തെ ക്ലെമന്റ് ആറ്റ്ലി, അവിടുത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇങ്ങോട്ട് അയക്കണേ. ആ ക്യാബിനറ്റ് മിഷന്റെ എന്താ പറയാ നിർദ്ദേശപ്രകാരം ഇന്ത്യയില് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുകയാണ് കേട്ടോ. അത് നിലവിൽ വന്നത് എന്നാ? 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. ഈ ഡിസംബർ 6-നെ നമ്മൾ എന്ത് വിളിക്കുന്നു? എന്ത് ദിനാറിയോ? ഡിസംബർ 6 അംബേദ്കർ ദിനമാണ്. എന്താണ്? അംബേദ്കർ ദിനമാണ്. അപ്പൊ അംബേദ്കറുടെ പ്രത്യേകത നമുക്കറിയാം അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നൊക്കെ വിളിക്കുന്നത് ആരാണ്? BR അംബേദ്കറെയാണ്. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒക്കെയാണ് ആര്? BR അംബേദ്കർ. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ആ അംബേദ്കർ ഡേ എന്ന് വിളിക്കുന്നത് ഡിസംബർ 6 അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുകയാണ്. ആ രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മൊത്തം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ 389 ആണ്. ആ 389-ൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. എത്രയാണ്? 17 വനിതകൾ ഉണ്ടായിരുന്നു. ഇനി 17 വനിതകൾ മാത്രമല്ല, 17 മലയാളികളും ഉണ്ടായിരുന്നു. 17 മലയാളികൾ. അപ്പോ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അംഗങ്ങളുടെ എണ്ണം അല്ലെ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. അതിൽ 17 വനിതകള്, 17 മലയാളികള്. ഇനി എന്തുണ്ടായി? 1947 ഓഗസ്റ്റ് 15 ആയപ്പോ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാനും ഓഗസ്റ്റ് 15-ന് ഇന്ത്യയും, അങ്ങനെ 2 രാജ്യങ്ങൾ നിലവിൽ വരികയാണ് അല്ലെ. അങ്ങനെ പിരിഞ്ഞു പോയതിന് ശേഷം എത്ര പേരാണ്? 299 പേരാണ്. അപ്പൊ 90 പേര് പിരിഞ്ഞു പോയി അല്ലെ. 90 പേര് പിരിഞ്ഞു പോയി. എങ്ങോട്ട് പോയി? 90 പേര് എവിടേക്കാ പോയിണ്ടാവുക? 90 പേര് പാകിസ്ഥാനിൽ എത്തിയില്ലേ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. അപ്പൊ 90 പേര് പിരിഞ്ഞു പോയി ട്ടോ. ഇനി 90 പേര് പിരിഞ്ഞു പോയതിന് ശേഷം എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വനിതകളുടെ എണ്ണം 15 വനിതകളായി മാറി. അപ്പോ രണ്ടാമത് എന്താ പറയാ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 15 വനിതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ മാസം 9-ാം തീയതി നടക്കുകയാണ്. എവിടെയാ നടക്കണേ? ഡൽഹിയിലാണ് നടക്കണേ. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളില്. എന്താണ്? അന്നത്തെ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളില് എന്ത് നടക്കുകയാണ്? നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുകയാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി. ആദ്യത്തെ മീറ്റിംഗില് 207 പേര് പങ്കെടുത്തു. ആദ്യത്തെ മീറ്റിംഗിൽ 207 പേര് പങ്കെടുത്തു. ഇതില് ഈ 207 പേരില് എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇതിൽ 9 വനിതകളാണ് ഉണ്ടായിരുന്നേ. എത്ര പേരാണ്? 9 വനിതകൾ.
ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയില്ലേ, അതിലെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? താൽക്കാലിക അധ്യക്ഷന്റെ പേരാണ് ചോദിക്കണേച്ചാ അദ്ദേഹത്തിന്റെ പേര് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനാണ്. ഇതിന്റെ സ്ഥിരം അധ്യക്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയണം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇതിന്റെ സ്ഥിരം അധ്യക്ഷനാണ്. ഇനി ഇതിന്റെ ഉപാധ്യക്ഷന്മാരെയാണ് ചോദിക്കുന്നതെങ്കിൽ എച്ച് സി മുഖർജി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ കൃഷ്ണമാചാരി എന്ന് പറയുന്ന വ്യക്തിയും രണ്ടുപേര് എന്തുണ്ടായിരുന്നു? ഉപാധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നു. ഈ അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആയിരുന്നു. JB കൃപലാനിയാണ് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഇവിടത്തെ ഈ അസംബ്ലിയിലെ നിയമ ഉപദേശകൻ ആരായിരുന്നു? അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് പലപ്പോഴും. അദ്ദേഹത്തിന്റെ പേര് BN റാവു. ഇതിൽ എപ്പോഴും ചോദിക്കാറ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BN റാവു തുടങ്ങിയ വ്യക്തികളുടെ പേരാണ്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്, നിയമ ഉപദേഷ്ടാവ് BN റാവു എന്നിവരുണ്ട്. ഇനി നമ്മൾ അടുത്തത് നമ്മൾ പറഞ്ഞു എന്താണ്? ഇത് 17 മലയാളികൾ ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നിയമനിർമ്മാണ സമിതിയിൽ 17 മലയാളികൾ ഉണ്ടായിരുന്നു. ആ മലയാളികളിൽ ചിലരെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് നോക്കി നോക്കാം. മലബാറിൽ നിന്ന് 9 പേര്, അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്ന് 6 പേര്, പിന്നെ കൊച്ചിയിൽ നിന്ന് ഒരാള്, അടുത്തത് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാള്. അങ്ങനെയാണ് എത്ര പേര്? 17 പേര് കേട്ടോ. നോക്കി നോക്കിയേ, 9, 10, 11, 11, 6, 17. അപ്പൊ 9ഉം 6ഉം ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാറില്ല. കൊച്ചിയിൽ നിന്നുള്ള ആൾ ആരാണെന്ന് ചോദിക്കാറുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ആളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിൽ നിന്നുണ്ടായിരുന്ന ആള്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇനി യുണൈറ്റഡ് പ്രൊവിൻസ്, അതായത് ഇപ്പോഴത്തെ UP, അവിടെ നിന്നുണ്ടായിരുന്ന ആൾ ആരായിരുന്നു ചോദിച്ചാ ജോൺ മത്തായി. ആരാണ്? ജോൺ മത്തായി. അതിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാ പറയണേ. ഇനി 17 മലയാളികളിൽ അതില് 3 പേര് സ്ത്രീകളായിരുന്നു. 17 മലയാളികളിൽ 3 പേര് സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകൾ ആരൊക്കെയാണ്? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആനി മസ്ക്രീൻ. ആരാണ്? ആനി മസ്ക്രീൻ. അമ്മു സ്വാമിനാഥൻ. അടുത്തത് ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഇവരാണ് 3 സ്ത്രീകള്. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുണ്ടായിരുന്ന ആളാണ്. അമ്മു സ്വാമിനാഥൻ മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുണ്ടായതാണ്. ദാക്ഷായണി വേലായുധനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്താണെങ്കിൽ, ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ, ഇന്ത്യയിൽ പണ്ട് +2 ആയിരുന്നില്ല, പ്രീ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രിക്ക് മുമ്പുള്ളത് പ്രീ ഡിഗ്രി അല്ലെ. പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിത ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഇങ്ങനെ എന്താ പറയുന്നത്, 3 സ്ത്രീകളുണ്ട്. 17 സ്ത്രീകളാണ് നമ്മൾ മൊത്തം പറഞ്ഞത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ അംഗമായ ഏക മുസ്ലിം വനിത. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയണം ബീഗം. എന്താണ്? ബീഗം ഐസ്വാസ് റസൂൽ. അവരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ക്ലിയർ ആയില്ലേ?
ഇനി അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എന്തിനാ രൂപീകരിച്ച് ഭരണഘടന ഉണ്ടാക്കാനാ. അപ്പൊ ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമല്ല അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്തു, കുറെ ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെയൊക്കെ കുറെ കമ്മിറ്റികളായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട കുറെ കമ്മിറ്റികൾ രൂപീകരിച്ചതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ പേര് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നായിരുന്നു. എന്തായിരുന്നു കമ്മിറ്റിയുടെ പേര്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രധാന കമ്മിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പറയണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ രൂപീകരണ വർഷം പഠിക്കണം. 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇത്രയും പഠിച്ചു വെക്കാട്ടോ. ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BM മിത്തൽ, അതായത് എന്താ അദ്ദേഹം രാജിവെച്ചു. പിന്നീട് എന്നിട്ട് N മാധവറാവു വന്നു. DP ഗെയ്ത്താൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. അപ്പൊ TT കൃഷ്ണമാചാരി വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണ്ട. നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച് 47 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. അങ്ങനെ പല പല കമ്മിറ്റികൾ, കുറെ കമ്മിറ്റി ഉണ്ടായിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, എക്സിക്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ കുറെ കമ്മിറ്റികൾ ഉണ്ടായി. ആ കമ്മിറ്റികളിൽ വലുതും ചെറുതുമായിട്ടുള്ള കുറേയധികം കമ്മിറ്റികൾ ഉണ്ടായി. ആ കമ്മിറ്റികൾ എല്ലാവരും കൂടി തീരുമാനിച്ച് എന്താണ്, ഭരണഘടന എഴുതി തയ്യാറാക്കുകയാണ്. അങ്ങനെ ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എത്ര സമയമെടുത്തു? 2 വർഷം 11 മാസം 18 ദിവസം. ചില PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ 18 ദിവസത്തിന് പകരം എന്തും കാണാറുണ്ട്? 17 ദിവസം. പക്ഷെ അപ്പൊ 17ഉം 18ഉം ഒരുമിച്ച് തരാറില്ല. ഇതിൽ ഏതെങ്കിലും 18 ദിവസം ഇല്ല, 17 ദിവസം ഉണ്ട് വെച്ചാൽ നിങ്ങളത് ആൻസർ എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത്, ഇങ്ങനെ ഭരണഘടന എഴുതി തയ്യാറാക്കിയില്ലേ, ആ എഴുതി തയ്യാറാക്കിയിട്ട് ആ ഭരണഘടനയെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി 1949 നവംബർ മാസം 26-ാം തീയതി അംഗീകരിച്ചു. ആ അംഗീകരിച്ച നവംബർ 26 ദേശീയ നിയമ ദിനമായി ഭാരതത്തിൽ എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജാനുവരി 24 284 പേരെ അന്ന് ഒപ്പുവെക്കാനുണ്ടായിരുന്നുള്ളൂ. 284 ആൾക്കാർ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ഈ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടന 1956 ജാനുവരി മാസം 26-ാം തീയതി, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസം, അന്ന് എന്താണ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അങ്ങനെ ഭരണഘടന നിലവിൽ വന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആരായി മാറി? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് മാറി അല്ലെ. അങ്ങനെ നമ്മള് എന്താ പറയാ, കുറെ ബുദ്ധിമുട്ടി അല്ലെ. എത്ര ദിവസം എടുത്തു എന്നാ പറഞ്ഞ? ഇവിടെ ദിവസത്തിന്റെ 2 വർഷം അല്ലെ, 11 മാസം അല്ലെ, അതുപോലെ തന്നെ 17 ദിവസം കൊണ്ടൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ 18 ദിവസം കൊണ്ടാണ് എന്തെഴുതി തയ്യാറാക്കിയത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അത് മനസ്സിലാക്കാം കേട്ടോ. ഇനി നവംബർ 26 ദേശീയ നിയമദിനം പോലെ എന്തും കൂടിയാണ്? ദേശീയ ഭരണഘടനാ ദിനം കൂടിയാണ്. അപ്പൊ ദേശീയ ഭരണഘടനാ ദിനം അതുപോലെ തന്നെ ദേശീയ നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26 അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. നമുക്കൊരു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലൂടെയാണ് ഭരണഘടന നിലവിൽ വന്നത്. ഇങ്ങനെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ റിപ്പബ്ലിക് ആയി അല്ലെ. അപ്പൊ ഇനി അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മന്ത്രിസഭ നിലവിൽ വന്നു. മന്ത്രിസഭ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭ, ആദ്യ മന്ത്രിസഭയിലെ എന്താണ് അംഗങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അടുത്ത ടോപ്പിക് എന്താണ്? ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയാണ്. ആദ്യ മന്ത്രിസഭ ട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് ചോദിക്കാറില്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി അല്ലെ, അങ്ങനെയൊക്കെ ചോദിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രി, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവി, പ്രധാനമന്ത്രി അതുപോലെ തന്നെ വിദേശകാര്യം, പ്രധാനമന്ത്രി കൂടാതെ വിദേശകാര്യം രണ്ടും കൈകാര്യം ചെയ്തത് ജവഹർലാൽ
ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പ്രധാനമന്ത്രി നെഹ്റു. ഇനി അടുത്തത്, അന്ന് ഉപപ്രധാനമന്ത്രി എന്നൊരു പോസ്റ്റ് ഉണ്ടായി. ഉപപ്രധാനമന്ത്രി കൂടാതെ അദ്ദേഹം തന്നെയായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത് ആദ്യത്തെ പ്രതിരോധ മന്ത്രി, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? ബൽദേവ് സിംഗ് ആണ്. ആരാണ്? ബൽദേവ് സിംഗ് കേട്ടോ. ബൽദേവ് സിംഗ് ആണ് ആര്? പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ധനകാര്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. ആരാണ്? R.K. ഷൺമുഖം ചെട്ടി. ആരാണ്? R.K. ഷൺമുഖം ചെട്ടിയാണ് ആദ്യത്തെ ധനകാര്യമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാ? എല്ലാവർക്കും അറിയാം അല്ലെ? ഡോക്ടർ B.R. അംബേദ്കർ ആണ് ആദ്യത്തെ നിയമമന്ത്രി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ നമ്മുടെ അടുത്തത് ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? റെയിൽവേ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ജോൺ മത്തായി. റെയിൽവേ മന്ത്രി അല്ലെങ്കിൽ ഗതാഗത മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ പേര് പറയണം? ജോൺ മത്തായിയുടെ പേര് പറയണം. ഇനി വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരൊക്കെ വളരെ പ്രധാനമാണ് കേട്ടോ. ഇതിൽ ഏതാ ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ചോദിച്ചത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആരോഗ്യമന്ത്രി ആരാണ്? ആരോഗ്യമന്ത്രിയുടെ പേര് ഓർക്കണം. രാജ്കുമാരി അമൃത് കൗർ ആണ്. രാജ്കുമാരി അമൃത് കൗർ ആണ് ആരോഗ്യമന്ത്രി എന്ന് ഓർത്തു വെക്കാം കേട്ടോ. ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആണ്. ഇനി തൊഴിലാണെങ്കിൽ ജഗജീവൻ റാം ആണ്. തൊഴിൽ ആരാണ്? ജഗജീവൻ റാം ആണ് എന്ത് തൊഴിൽ മന്ത്രി. ആരാന്ന് ചോദിച്ചാൽ ജഗജീവൻ റാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മള് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനിയുണ്ട്. അതായത് 2-3 കൂടി ഉണ്ട്. ഒന്ന് പറയുമ്പോ എങ്ങനെയാലും ഞാനത് പറഞ്ഞു പോവാം. വാണിജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ CH ബാബ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ R.K. കിദ്വായ് എന്ന് പറയുന്ന ആളാണ്. ഇവരൊന്നും ചോദിച്ചിട്ടില്ല. ഇനി അതുപോലെ തന്നെ സ്വതന്ത്ര ചുമതലയുള്ളത്, അന്ന് സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്ന മന്ത്രി N. ഗോപാലസ്വാമി അയ്യങ്കാർ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ മന്ത്രിസഭ. രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ എന്താ പഠിക്കാൻ പോണേന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മളോട്, അതായത് ഓരോന്നും പ്രിയാമ്പിൾ നമ്മൾ എവിടുന്ന് കടമെടുത്തു അല്ലെ, മൗലികാവകാശങ്ങൾ എവിടുന്ന് കടമെടുത്തു, അങ്ങനെ ഓരോന്നും എവിടെ നിന്ന് കടമെടുത്തു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 1946 ഒരു ക്യാബിനറ്റ് മിഷനെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുകയും എന്നിട്ട് നിങ്ങൾ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിക്കോളോ എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. വളരെ കുറഞ്ഞ സമയം നമ്മുടെ കയ്യിലുള്ളൂ. ഒരു ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ ഇത്രയും വലിയ രാജ്യത്തിന് അടുത്ത നിയമനിർമ്മാണം നടത്താനായിട്ട് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഭരണഘടന നിയമനിർമ്മാണ സമിതി രൂപീകരിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ കുറേയധികം ഭരണഘടനകളെ കാര്യമായിട്ട് പഠിക്കുകയും ആ ഭരണഘടനകളിൽ നിന്നുള്ള നല്ല നല്ല ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ബാഗ് ഓഫ് ബോറോയിങ്സ് എന്ന് വിളിക്കുന്നുണ്ട്. കടമെടുത്ത ഭരണഘടന എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നും കടമെടുത്തത് എവിടെ നിന്ന് എന്ന് നമുക്ക് പഠിക്കാം. എപ്പോഴും ചോദിക്കാറുണ്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ് അഥവാ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്ന്? ഏക പൗരത്വം എവിടെ നിന്ന് കടമെടുത്തു? ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതും എവിടുന്നാ കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അതുപോലെ തന്നെ പാർലമെന്ററി സിസ്റ്റം. എന്താണ് പാർലമെന്ററി സിസ്റ്റം? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. ഇനി ബൈകാർമൽ സിസ്റ്റം അഥവാ ദ്വിമണ്ഡല സംവിധാനം, അതും കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന്.
നമ്മുടെ ഇവിടെ തിരഞ്ഞെടുപ്പ് അഥവാ ഇലക്ഷൻ സിസ്റ്റം, അതും കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. സ്പീക്കർ എന്ന് പറയുന്ന പദവി കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന്. റിട്ടുകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG എന്ന് പറയുന്ന ആശയം കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന്. അപ്പൊ ഇത്രയും പദവി, അതുപോലെ തന്നെ ക്യാബിനറ്റ് സംവിധാനം, ആ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കടമെടുത്തത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. അടുത്തത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഒരു ലിഖിത ഭരണഘടന അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, നമുക്കറിയാം. ആ ലിഖിത ഭരണഘടന എന്ന ആശയം അമേരിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്തു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്വന്തമായി ഒരു ആമുഖമുണ്ട്. ആമുഖം എന്ന ആശയവും ഭരണഘടനയിൽ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മൗലിക അവകാശം, ആമുഖം തുടങ്ങിയവ എവിടെ നിന്നാണ്? നമ്മുടെ അമേരിക്കയിൽ നിന്നാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഓർക്കേണ്ടത് ജുഡീഷ്യറി റിവ്യൂ, അല്ലെ? ജുഡീഷ്യൽ റിവ്യൂ ഇത് കടമെടുത്തതും എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇത്രയും അമേരിക്കയിൽ നിന്ന് കടമെടുത്തു എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അല്ലെ? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ കേട്ടിട്ടുണ്ടാവും നമ്മൾ. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? നിയമത്തിന്റെ തുല്യ പരിരക്ഷ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അത് കടമെടുത്തതും എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇനി അടുത്തത് എന്താണ്? കാനഡയിൽ നിന്നും കടമെടുത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണേ. കാനഡ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ്, അതായത് ലിസ്റ്റുകൾ പഠിച്ചപ്പോ യൂണിയൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ് കടമെടുത്തത്? കാനഡയിൽ നിന്നാണ് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. പ്രധാനമായിട്ടും അതാണ് ചോദിക്കാറ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അല്ലെ? ഇത് കടമെടുത്തത് എവിടെ നിന്നാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തു, അല്ലെ? ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി, റിട്ടുകള്, അങ്ങനെയുള്ളതൊക്കെ, അല്ലെ? അതൊക്കെ ബ്രിട്ടനിൽ നിന്നാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? അയർലൻഡിൽ നിന്ന് എടുത്തത് ഏതാണെന്ന് പറഞ്ഞു? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇനി അടുത്തത് ചോദിക്കാറുള്ളത് ഭരണഘടനയുടെ ഭേദഗതി. നമ്മൾ അമെന്റ്മെന്റ്സ് വരുത്തില്ലേ മക്കളെ? ആ ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന കടമെടുത്തത്. ഇനി അടുത്തത് എപ്പോഴും PSC ചോദിക്കാറുണ്ട് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എവിടുന്ന് കടമെടുത്തു? ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തതാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ്. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ തന്നെ പിന്നെ നമ്മളോട് ചോദിക്കാറുള്ളത് മൗലിക കടമകളാണ്. എന്താണ് മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ റഷ്യ. അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം, പിന്നെന്താണ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന സംഭവം, അതൊക്കെ തന്നെ റഷ്യ, അല്ലെ? പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. ഇനി റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കടമെടുത്തത് റിപ്പബ്ലിക് എവിടെ നിന്ന് കടമെടുത്തു? റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. അതുപോലെ തന്നെ റിപ്പബ്ലിക് കൂടാതെ സ്വാതന്ത്ര്യം, അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയങ്ങൾ കടമെടുത്തതും എവിടെ നിന്ന് തന്നെയാണ്? ഫ്രാൻസിൽ നിന്ന് തന്നെയാണ് എന്ന് ഓർത്തു വയ്ക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം തുടങ്ങിയവ കടമെടുത്തതും എവിടെ നിന്നാണ്? നമ്മുടെ ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള കുറേ അധികം ഭരണഘടന യുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കടമെടുത്ത ആശയങ്ങൾ. ഇതിന്റെ വലിയൊരു ക്ലാസ് നമ്മൾ 100 ഡേയ്സിന്റെ ക്ലാസ് നമ്മൾ ശരിക്കും സിലബസ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ ഒരു പോയിന്റ് പോലും വിടാണ്ട് ഫുള്ളായിട്ട് LDC കുട്ടികൾക്ക് വരെ ചോദിക്കുന്ന രീതിയിലുള്ള പോയിന്റുകൾ വരെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇപ്പോഴും ചോദിക്കാറുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിൽ എങ്ങനെ PSC ചോദിക്കുന്നു ആ രീതിയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതും അതിൽ വിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ.